വാർത്താ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് സതീശൻ മുന്നിലിരുന്ന ഒരു മാപ്രയോട് പറഞ്ഞ രഹസ്യം ചോർന്ന് വെളിയിൽ വന്നിട്ടുണ്ട്. കണ്ടേ? കണ്ടില്ലേ? ഇത് കഴിഞ്ഞിട്ട് കാണണം. സതീശൻ്റെ രഹസ്യമാണ്. എന്താണ് ഇത് കഴിഞ്ഞിട്ട് കാണേണ്ട കാര്യം? അതായത് ഏതോ പ്രധാനപ്പെട്ട ഒരു മാപ്ര അന്നിത് റിപ്പോർട്ട് ചെയ്യാൻ വന്നു. കണ്ട ഉടനെ സതീശൻ ഇത് കഴിഞ്ഞിട്ട് കാണണം. എന്തിനായിരിക്കും ഒരു പ്രതിപക്ഷ നേതാവ് ഒരു മാധ്യമപ്രവർത്തകനെ ഇത് കഴിഞ്ഞിട്ട് കാണണമെന്ന് പറയുന്നത്? വേറെ എന്തൊക്കെയോ കൂട്ടുകച്ചവടം ഉള്ളത് കൊണ്ടല്ലേ? നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഇത് കഴിഞ്ഞിട്ട് കാണണമെന്ന് ഏതെങ്കിലും മാധ്യമപ്രവർത്തകൻ്റെ അടുത്ത് പറയുന്നത് കേൾക്കുമോ? ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളെ കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സതീശന് ആ വ്യക്തിയോട് അത് പറയണമെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും പറയാനുള്ളതെന്ന് നമുക്കൊന്ന് അനുമാനിച്ചൂടെ? കാര്യം ഏത് കാര്യങ്ങളിലും അനുമാനമാണല്ലോ ഇവർ വാർത്തയായിട്ട് കൊടുക്കാറുള്ളത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ സതീശൻ്റെ വാർത്താ കച്ചവടത്തിലേക്ക് അല്ലെങ്കിൽ സതീശൻ്റെ മാസപ്പടിയിലേക്ക് അദ്ദേഹത്തിന് കൂടി ക്ഷണം കൊടുക്കാനും അതിൻ്റെ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത് കഴിഞ്ഞിട്ട് കാണണമെന്ന് പറഞ്ഞതെന്ന് ഈ നാട് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെയേ കരുതാൻ കഴിയുള്ളൂ. കാര്യം സതീശൻ ഉൾപ്പെടെയുള്ളവർ എന്ത് വിഷയത്തെയും ആ രീതിയിലാണ് ഈ നാട്ടിൽ വക്രീകരിക്കാറുള്ളത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ സതീശൻ ആ വ്യക്തിയെ ഇത് കഴിഞ്ഞിട്ട് കാണണമെന്ന് രഹസ്യമായി പറയുന്നുണ്ടെങ്കിൽ, കാര്യം എല്ലാ ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യം 11 മണി കഥാപാത്രമായി സതീശൻ എത്താറുണ്ട്. ആ സതീശൻ എത്തുന്ന സന്ദർഭത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഡയലോഗ് ആരോടെങ്കിലും പറയാറുണ്ടോ? ഇല്ല. പക്ഷേ ഇപ്പോൾ അത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടെന്നാൽ ഉദ്ദേശിച്ചിരുന്ന വ്യക്തിയെ പിന്നെയും കണ്ടുകിട്ടി. സ്വാഭാവികമായിട്ട് നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഉറപ്പിക്കണമല്ലോ. നമ്മുടേതായിട്ടുള്ള ഡീലിങ്സ് ഒക്കെ പറഞ്ഞു ഉറപ്പിച്ച് വെച്ചില്ലെങ്കിൽ അത് പിന്നീട് പരസ്പരം തെറ്റേണ്ട സാഹചര്യം ഉണ്ടായാലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് എത്തിയ സന്ദർഭത്തിൽ സതീശൻ വളരെ രഹസ്യമായിട്ടും അത് സ്വന്തം PR ടീമുകാർ ലൈവ് ഓണാക്കിയത് സതീശൻ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇത് ചോർന്ന് പുറത്തേക്ക് വന്നത്. പിന്നീട് വാർത്താ സമ്മേളനം കഴിയുന്നു. സതീശൻ അവിടെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പുതിയ പ്ലാനും പുതിയ ഡീലുമായിട്ടുണ്ട്. മാസപ്പടിയും കുപ്പിയും കോഴിക്കാലെല്ലാം ഉറപ്പിച്ചുകൊണ്ട് സതീശൻ്റെ വാർത്താ സമ്മേളനങ്ങൾക്ക് ഒരു പ്രത്യേക പരിഗണനയും അതിൽ ഒരു വാക്കുകൾ പോലും മിസ്സാകാതെ വാർത്ത വരികയും വേണം. എനിക്ക് ഇടതുപക്ഷത്തെ വിമർശിക്കേണ്ട ചോദ്യങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് ആ ചോദ്യങ്ങളെയെല്ലാം വാർത്തയായി കൊടുക്കണം. ഇതും ഒരു ഡീലാണ്. തെരഞ്ഞെടുപ്പ് കാലം അടുത്തതിനാൽ ഇത് മാത്രമാണ് ആ കൂടിക്കാഴ്ചയുടെ ഡീലെന്ന് നമുക്ക് വിലയിരുത്താം. എന്തായാലും ആ സംഭാഷണം പ്രതിപക്ഷ നേതാവ് മൈക്കിൻ്റെ മുന്നിലിരുന്ന് ഒരാളോട് ഇങ്ങനെ പറയാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടുന്ന മാധ്യമ പ്രിവിലേജ് ഒന്ന് ആലോചിച്ച് നോക്കണേ. ഒരു പക്ഷേ പിണറായി വിജയനാണ് ഒരാളോട് ഇത് പറഞ്ഞ് മൈക്കിൽ വീണിരുന്നതെങ്കിൽ എന്തൊരു വാർത്താ കോലാഹലമായി മാറിയെന്നെ, എന്തൊരു വാർത്താ ആഘോഷമായി ഇവിടെ കൊണ്ടാടിയെന്നെ. പക്ഷേ ഇത് വിവാദവുമല്ല, വാർത്തയുമല്ല. ഇവർക്ക് ഡീലിങ്സ് ഒക്കെ നടത്താം. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ളവർക്കോ മൈക്കിൽ വീണാലോ അതെടുത്ത് ചർച്ചയാക്കില്ല. അതാണ് കേരളത്തിൽ സതീശ മാപ്ര കൂട്ടുകെട്ടിൻ്റെ പ്രത്യേക അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് നാട്ടുകാരെ മനസ്സിലാക്കാനാണ് ഈ ദൃശ്യം ഇങ്ങനെ നിങ്ങളെ കാട്ടിയത്. കണ്ടു കാണും.